ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൈദരാബാദി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവീൻ്റെ റെസിപ്പിയാണിത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായാൽ 2 മീഡിയം സൈസ് ഉള്ളി ഒന്ന് നേരിയതായിട്ടൊന്ന് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് മാറ്റി വെക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം. കഴുകി വൃത്തിയാക്കി 1/2 കിലോ ചിക്കനിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും, ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകവും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂണോളം തൈരാണ്. തൈര് ഇട്ട് കൊടുത്ത് കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മാരിനേഷൻ ചെയ്ത് കൊടുത്ത് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ എല്ലാം റെഡി ആയതിന് ശേഷം ഒരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായാൽ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതായത് 2-3 വറ്റൽമുളക്, 2 ഏലക്ക, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ചിക്കൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കനെല്ലാം ഒന്ന് വെന്ത് വന്ന് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതാ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്